അച്ഛ ഫോണ് എവിടെ പോയാലും 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി പോകണം. അതല്ല അച്ഛന് ഫോണെന്ന്. എനിക്കെന്തിനടാ ഈ ടച്ച് ഫോണ്? എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ. പണ്ടവൻ എന്റെ മോന്താണമ്മ ചൊറിച്ചിലായിരുന്നല്ലോ. എനിക്ക് അറിഞ്ഞൂടാ, തന്റെ മോനോടെ തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ഇരി, ഞാൻ പോന്നു. എടാ ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നുള്ളു, അവനെ കാണുന്നില്ല. ഓക്കെ ഇതാരിത്? ആരാത്? അച്ഛനായത്? ഞാൻ കരുതി മൊബൈൽ കണ്ടുപിടിച്ച ആരോ ആന്ന്. കണ്ടതി പിടിച്ച് ഞെക്കിയിട്ട് ഇപ്പൊ എന്തോ വേണം? സതീശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? സതീഷേ, മോനെ സതീഷേ. മോനെ സതീഷേ എന്ന് വിളിച്ചാൽ അത് കിട്ടൂല. ഇതാണ് വാട്സാപ്പ്. ഈ പച്ചമാങ്ങ ഇതി പിടിച്ച് ഞെക്കിയിട്ട് ഇത് ഞെക്കിയാ മതി. സതീഷ് ഇതിനകത്ത് ഇരിപ്പുണ്ട്, കൊണ്ടുപോ. കാശും ചെലവാക്കി ദുബായ് പറഞ്ഞു വിട്ടാനെ പച്ചമാങ്ങ കയറി ഇരിക്കുന്നു. വൃത്തിയോട് മോനെ. എന്ത്? ഒരു ചുമന്ന ആപ്പിൽ കയറിയപ്പോ വേണ്ടാത്തൊക്കെ പ്ലേ ആയടാ. വേണ്ടാത്തതിനകത്ത് കയറി ഞെക്കും. പഴയ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദുബായി പോയാൽ, അവ ഈ ചുമന്ന ആപ്പിളി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചുമന്ന ആപ്പിളി കാണും നിങ്ങളുടെ ആര് പറഞ്ഞു? സതീശൻ പച്ചമാങ്ങ കാണുമെങ്കിൽ ഇവൻ ചുമന്ന ആപ്പിളി കാണുമല്ലോ. അങ്ങനെ ദുബായ് ഫ്രൂട്ട്സ് അടയാ. നിങ്ങൾ ഈ പച്ചമാങ്ങ തോണ്ടിയിരുന്നാ മതി. ആകെ 3 ലക്കമുണ്ട്, ഇതിൽ എവിടെ ഇട്ട് തോണ്ടി ഞാൻ. കണ്ടോ, ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയൊരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരെ കിട്ടും, നോക്കിയൊക്കെ തോണ്ടണം. തോണ്ടാ നീ എന്നെ അച്ഛാ, ഈ തണ്ടിനെ ആര് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല, നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വളത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച തൈ മാറിപ്പോയി. അതങ്ങനെ സ്വന്തം നന്ദയ്ക്ക് പഠിപ്പിച്ചെന്നില്ലേ കണ്ട നന്ദയില്ലാത്തവരെയൊക്കെ വിളിച്ച് പഠിക്കേണ്ടി വരും. എന്നാ പാപ്പിച്ചു കൊടു. ആ കൊടുക്കും. എടാ എനിക്ക് ബോറടിക്കുന്നടാ. എന്നാ ലൈവ് ഇട്. ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമല്ലേ. 500 ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിച്ചോ. ഹായ് ഫ്രണ്ട്സ്. ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്ത് തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത്? ഞാൻ കാട്ടി കയറും. എന്തിന്? കസ്തൂരിമാനെ അറിയാവോ? സൂര്യ ടിവിയിലെ സീരിയൽ അല്ലടാ, ഇത് ഒറിജിനൽ മാൻ. അതിനെ വെട്ടി കറി വെച്ച് തിന്നും. അതിലും വെറൈറ്റി ഒരു സാധനമുണ്ട്. സിംഹവാലം കുരങ്ങനെ 5 ദിവസം കുടത്തിലിട്ട് വാറ്റും, എന്നിട്ട് അങ്ങ് കുടിക്കും. അപ്പൊ ഒരു തരിപ്പ് കിട്ടും. അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ. അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോണ്ട്. പോവല്ലേടാ, കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോണ്ടാ. മതിയണ്ണ, എന്തിരി ചരക്ക്. ഹലോ ഇത് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. പറ സാറേ. കട്ടിലിന്റെ അടി ഇരിക്കുന്ന ആനക്കൊമ്പ് ഒന്ന് തരുമോ? എന്തിന്? ഇവിടെ ഇരിക്കുന്ന ആനയുടെ കൊമ്പൊന്ന് ഒടിക്കുക, ആ കൊമ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. അതിനത് പശുക്കൊമ്പാ. ആനക്കൊമ്പ് സേഫാ, ഞാൻ ജാമത്തിന് നടക്കാൻ വരാവേ. ബൈ. അല്ലേടാ. പിന്നെ ഇവിടെ DGPക്ക് ഭയങ്കര മുടി വീഴ്ചില്ല. ആ മയിലെണ്ണയും കൂടെ ഒന്ന് എടുത്തോ കേട്ടോ. പിന്നെ സിംഹവാലം കുരങ്ങിന്റെ വാറ്റും എടുത്തോണ്ടോ, സ്റ്റേഷനിൽ വെച്ചടിക്കാം. അപ്പൊ ജീപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ?